ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസായ ലൈഫ് ഇസ് ഡ്രാമ എന്ന ഒരു രസകരമായ കഥയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ഫെങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. ഫെങ്ങിന്റെ അച്ഛൻ വലിയൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അവിടെ പല പ്രശ്നങ്ങളും നടക്കുന്നു. ആകെപ്പാടെ ഫെങ്ങിന്റെ അച്ഛനും അവരുടെ ബിസിനസ്സും ഒക്കെ ആക്രമിക്കപ്പെടുന്ന ആ ഒരു സമയത്ത് ഫെങ്ങിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായി അവളുടെ തന്നെ ബന്ധുക്കൾ അവിടെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അത് രക്ഷപ്പെടുത്താനല്ല എന്നത് അവർ ആ അന്വേഷിക്കുന്ന കാര്യം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പോഴേക്കും ഫെങ് ആകട്ടെ നമ്മുടെ കഥാനായകനായ സൂവിന്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. സൂ ഫെങ്ങിനെ ആക്രമികളിൽ നിന്ന് രക്ഷിച്ച് എങ്ങോട്ടോ വിടുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു പറഞ്ഞ് ഉപദ്രവിക്കാൻ എത്തിയവരെ തടഞ്ഞുകൊണ്ട് അവൻ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. അവൾ അന്നൊരു കൊച്ചുകുട്ടിയാണ്. ചുറ്റിനും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നത് മനസ്സിലാക്കി അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് നമുക്കറിയില്ല. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ ഫെങ്ങിന് കഴിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. അന്ന് തന്റെ അച്ഛനെയും തന്റെ കുടുംബവും തന്റെ വേണ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് അവൾ പഴയതെല്ലാം മറന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോ അവളെ ദത്തെടുത്ത് ആ ഒരു സംഭവത്തിന് ശേഷം ഒറ്റപ്പെട്ട അവളെ ദത്തെടുത്ത് വളർത്തിയ ഒരു സ്ത്രീ കാശ് മോഹിച്ച് അവളെ ഒരു പണക്കാരനായ വയസ്സിനെ കൊണ്ട് കെട്ടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് കാണുമ്പോൾ തന്നെ അനാഥയായി കിട്ടിയ അവളെ ദത്തെടുത്ത് ഇങ്ങനെ വളർത്തിയത് തന്നെ ഇത്തരം ഒരു കല്യാണ കച്ചവടത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനാണോ എന്ന് പോലും തോന്നും. എന്തായാലും നമ്മുടെ ഫെങ് ആ വൃദ്ധനെ കല്യാണം കഴിക്കാനായി തയ്യാറാവുന്നില്ല. അവിടെ നിന്ന് രക്ഷപ്പെടാനായി അവൾ പാർട്ട് ടൈം ജോലിക്ക് പോകുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അതൊരു ഹോട്ടലാണ്. അവിടെ റൂം സർവീസിനായിട്ടാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ക്ലീൻ ചെയ്യാനായി ഒരു റൂമിലേക്ക് ചെല്ലേണ്ട ഫെങ് ആ റൂമിന്റെ നമ്പർ മാറി മറ്റൊരു റൂമിലാണ് ചെല്ലുന്നത്. അവിടെയായിരുന്നു നമ്മൾ മുന്നേ കണ്ട സൂ ഉണ്ടായിരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഫെങ്ങിന് വലിയൊരു പ്രശ്നം പറ്റിയപ്പോൾ അവളെ രക്ഷപ്പെടുത്തിയ അതേ സൂ തന്നെ. ആ ഒരു ഇൻസിഡന്റിന് ശേഷം അവൻ പലയിടങ്ങളിൽ അവളെ അന്വേഷിച്ചു നടന്നു. പക്ഷെ എവിടെയോ അവൾ ജീവനോടെ ഉണ്ട്, ആരോ അവളെ ദത്തെടുത്ത് വളർത്തുകയാണ് എന്നത് മാത്രമാണ് അവന് അറിയാനായി കഴിഞ്ഞത്. മറ്റു ഡീറ്റെയിൽസ് ഒന്നും ലഭിച്ചിരുന്നില്ല. ഇപ്പൊ റൂം നമ്പർ മാറി അവൾ ഇവിടെ വന്ന് കയറുന്നതും അവൻ അവളെ കാണുന്നു. പക്ഷെ ആ സമയത്ത് അവൾ സോറി സാർ, റൂം മാറി പോയതാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. രണ്ടുപേർക്കും പരസ്പരം അപ്പോ മനസ്സിലായതില്ല. അവൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയില്ല, അതുകൊണ്ട് മനസ്സിലായില്ല. അവനാകട്ടെ അന്ന് ആ രക്ഷപ്പെടുത്തി വിടുന്ന സമയത്ത് അവൾ ഇപ്പോഴത്തെ കണക്കൊരു രൂപത്തിലും ഭാവത്തിലും ആയിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നത്. കുറച്ചുകൂടെ യങ് ആയിരുന്നു അവൾ. രക്ഷപ്പെടുത്തി വിട്ട് അവളെ കാണാതായി. ഇപ്പൊ കാണുന്ന ഈ ഒരു ഗ്യാപ്പിനിടയിൽ അവൾ ആള് കുറച്ച് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ഇത് അവളാണെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞില്ല. എന്തായാലും അന്ന് അവൾ ജോലി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് അമ്മ അവളെ കല്യാണം കഴിപ്പിക്കാനായി കണ്ടുപിടിച്ചിരിക്കുന്ന ആ വൃദ്ധനുമായി വീണ്ടും വരുന്നു. അവരവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് സൂവിന്റെ സ്റ്റാഫും കാണുന്നുണ്ട്. ഈ സ്റ്റാഫ് സൂവിന് ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് മാത്രമല്ല, നല്ലൊരു ഫ്രണ്ടും കൂടിയാണ്. തന്റെ റൂമിലേക്ക് ഒരു പെൺകുട്ടി മാറി വന്ന കാര്യം സൂ ആ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. അമ്മയുടെ ഒക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി പൂളിലേക്ക് അറിയാതെ വീഴുന്ന ഫെങ്ങിനെ സൂ ആണ് അവൾക്ക് നീന്തൽ അറിയില്ലെന്ന് മനസ്സിലാക്കി വെള്ളത്തിലേക്ക് ചാടി സേഫ് ആക്കുന്നത്. അതിനായി അവൻ അവളെ തൊട്ടപ്പോ തന്നെ അവൾക്ക് മൊത്തത്തിൽ എന്തോ ഒരു മാറ്റം, എന്തോ ഒരു വ്യത്യാസം ഒക്കെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ വെള്ളത്തിൽ വീണപ്പോ മറിഞ്ഞ അവളുടെ ബോധം പിന്നീട് കുറെ നേരം കഴിഞ്ഞാണ് വരുന്നത്. പിന്നെ അവൾ കണ്ണു തുറക്കുമ്പോ അവളുടെ മുന്നിൽ സൂ ഇരിപ്പുണ്ടായിരുന്നു. താൻ മറ്റൊരു മുറിയിലാണ്, തന്റെ ദേഹത്തെ വസ്ത്രങ്ങൾ മാറിയിരിക്കുന്നു, തന്റെ കൂടെ ഇവരുണ്ട് എന്നത് കാണുമ്പോ അവൾ വളരെ പാനിക് ആവുന്നു. കാരണം ആദ്യം അവൾക്ക് ആരാണ് ഇവരെന്ന് മനസ്സിലായില്ല. എന്റെ വസ്ത്രം എന്തിനാ മാറ്റിയത്, നിങ്ങൾ എന്നെ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ അവൾ ബഹളം വെക്കുമ്പോഴാണ് പൂളിൽ വെച്ച് ബോധം പോയി അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണെന്നും വസ്ത്രം മാറ്റിയത് ഹോട്ടലിലെ ലേഡി സ്റ്റാഫാണെന്നും സൂ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് സമാധാനാവുന്നു. അതിനോടകം അവൾ ആരാണ് എന്നത് അവൻ കണ്ടെത്തിയിരുന്നു. താൻ അന്വേഷിച്ചു നടന്ന ഫെങ് ആണ് അവൾ എന്ന് മനസ്സിലാക്കുന്ന അവൻ ആ കാര്യങ്ങളെ പറ്റി അവളോട് സംസാരിക്കുമ്പോൾ അവളും പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു. മുന്നേ ഇവനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഒരു ട്രിഗർ വന്നിരുന്നു മറന്നുപോയ കാര്യങ്ങളെ പറ്റി. ഇപ്പൊ അവനത് പറയുമ്പോൾ അത് ഓർത്തെടുക്കാനായി അവൾക്ക് വലിയ പാട് വന്നില്ല. എന്തായാലും ആ സമയത്ത് തന്റെ അച്ഛൻ മരണപ്പെട്ടത് ഒരു കൊലപാതകത്തിന്റെ ഭാഗമാണെന്നും തനിക്കതിൽ പ്രതികാരം ചെയ്യണമെന്നും അവൾ പറയുമ്പോൾ അവളുടെ അച്ഛന്റെ മരണവും അതിനുശേഷം അവരുടെ സ്ഥാപനങ്ങളിൽ നടന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് സൂവിന്റെയും അന്വേഷണം. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ കൂടെ നിന്ന് അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായി തീരുമാനിക്കുന്നു. പക്ഷെ അപ്പോഴും അവളിപ്പോ ആരാണ് എന്താണ് എന്നത് മറിഞ്ഞിരിക്കട്ടെ, അവൾ ജീവനോടെ ഉണ്ട് എന്നത് ഒരു രീതിയിലും അവളുടെ ശത്രുക്കൾ അറിയരുത് എന്നവൻ പറയുന്നുണ്ടെങ്കിലും തിരിച്ച് തന്റെ സ്ഥലത്തേക്ക് പോകണം, അവിടെ തനിക്ക് നിൽക്കണം, അവിടെ നിന്ന് തനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് അവൾ അഭിപ്രായപ്പെടുന്നു. അവൻ ആദ്യം അത് തടയുന്നുണ്ടെങ്കിലും അവൾ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ശരി നീ വന്നോ, പക്ഷെ നീ ആ പഴയ ഫെങ് ആയിട്ടല്ല വരേണ്ടത്, മറിച്ച് നീ നിന്റെ കുടുംബത്തിൽ തന്നെ ഒരു ജോലിക്കാരിയായി അവിടെ ഇപ്പൊ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. നിന്നെ ഞാൻ ആ രീതിയിൽ അവിടേക്ക് കൊണ്ടുപോകാം. അവിടെ ഇപ്പൊ നിന്റെ മുത്തശ്ശനും
സൂവനും നിന്റെ ചില കസിൻസും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും നീ ആ പഴയ ഫെങ് ആണ് എന്നത് നിന്നിൽ വന്ന മാറ്റം കൊണ്ട് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. നീയും പിടികൊടുക്കാതെ നിൽക്കണമെന്ന് സൂ പറയുന്നു. അങ്ങനെ തന്റെ കുടുംബ വീട്ടിലേക്ക് എത്തിയ അവൾ ആർക്കും ഡൗട്ട് തോന്നാത്ത രീതിയിൽ ആ വീടിന്റെ അനന്തരാവകാശിയാണ് അവളെന്ന് ആരും തിരിച്ചറിയാത്ത രീതിയിൽ ഒരു ജോലിക്കാരിയായി മാത്രം അവിടെ നിൽക്കുന്നു. ആ സമയത്ത് ഫെങ് അവിടെ വാങ് എന്ന ഒരു പയ്യനെ പരിചയപ്പെടുന്നുണ്ട്. അവൻ ഒരു ആവശ്യത്തിന് വേണ്ടി ഫെങ്ങിന്റെ മുത്തശ്ശനെ കാണാനായി വന്നതായിരുന്നു. പക്ഷെ മുത്തശ്ശൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഫെങ്ങിനോട് അവൾ അവിടുത്തെ ഒരു ജോലിക്കാരി എന്ന രീതിയിൽ ആദ്യം സംസാരിച്ചു തുടങ്ങിയെങ്കിലും സംസാരിക്കുമ്പോൾ അവളോട് നല്ലൊരു കണക്ഷൻ അവന് ഫീൽ ആവുന്നുണ്ട്. കണ്ടു മറന്ന ആരെയോ കണക്ക് അവന് തോന്നുന്നു. പക്ഷെ ആരാണ് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അന്ന് അവൻ അവളോട് സംസാരിച്ചു പോകുന്നു. അടുത്ത ദിവസം താൻ കൊണ്ടാക്കിയ ഫെങ്ങിനെ കാണാനായി സൂ വരുന്നുണ്ട്. അവൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയി ഇപ്പൊ കാണാൻ വരുന്ന ഈ ഒരു സമയം വരെ അവൾ എങ്ങനെ അവിടെ നിൽക്കുന്നു, സേഫ് തന്നെയാണോ എന്നൊക്കെ ഓർത്ത് അവന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ചുമ്മാ വന്ന് അവിടുത്തെ ഒരു ജോലിക്കാരിയെ ഇങ്ങനെ അവൻ കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അവൾ ആരാണ് എന്ന ഒരു ഡൗട്ട് ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ടാണ് അവൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് വീണ്ടും അവളെ കാണാനായി വരുന്നത്. ഫെങ് ഇപ്പൊ താമസിക്കുന്ന അവളുടെ ഈ വീട്ടിൽ തന്നെ അവളുടെ യങ് എന്ന കസിൻ ഉണ്ട്. ആ കസിനെയും സൂവിനെയും കല്യാണം കഴിപ്പിക്കാനായി ഒരു ഡിസ്കഷൻ കുടുംബക്കാർക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. സൂവിനൊട്ടും താല്പര്യമില്ലെങ്കിലും യങ്ങിന് സൂവിനോട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സൂവിനെ കാണുന്ന അവൾ അവനോട് സംസാരിക്കാനായി ഒക്കെ നോക്കുമ്പോൾ അവൻ അവളെ മൈൻഡ് ആക്കാതെ ഫെങ്ങിനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടുത്തെ ജോലിക്കാരി എന്തിനാ ഇവൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നതെന്ന് അത് കണ്ട് അവൾക്ക് ഡൗട്ട് വരുന്നുണ്ട്. ഇതേസമയം ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്ന പുതിയ പെൺകുട്ടിയെ കാണുന്ന ഫെങ്ങിന്റെ മുത്തശ്ശന് ഇത് തന്റെ പേരക്കുട്ടിയാണോ എന്ന് അവളെ കാണുമ്പോൾ ഒരു കണക്ഷൻ ഫീൽ ആവുന്നു. മുത്തശ്ശൻ തന്റെ പേരക്കുട്ടി അല്ലേ എന്ന് അവളോട് ഓപ്പൺ ആയി ചോദിക്കുന്നുണ്ട്. ആദ്യം അവൾ അല്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും ഒടുക്കം ആണെന്ന് സമ്മതിക്കേണ്ടി വരുന്നു. തന്റെ അച്ഛനെ ആരാണ് കൊന്നതെന്ന് തനിക്ക് കണ്ടുപിടിക്കണമെന്നും അതിനായിട്ടാണ് താനിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നും ഫെങ് പറയുന്നു. നീ ഇനി അതൊക്കെ അന്വേഷിച്ചു പോണോ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതൊക്കെ അന്വേഷിച്ചു പോയാലും നമുക്ക് ഇപ്പോൾ ഉള്ള സന്തോഷം കൂടി പോവല്ലേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലേ ഉള്ളൂ എന്നല്ല മുത്തശ്ശൻ പറയുന്നുണ്ടെങ്കിലും തന്റെ അച്ഛനെ കൊന്നത് ആരാണെന്ന് തനിക്ക് കണ്ടുപിടിക്കണമെന്ന് തന്നെ ഫെങ് വാശി പിടിക്കുന്നു. കൂടാതെ താൻ ആരാണ് എന്ന സത്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കണമെന്നും താനിപ്പോ ഒരു സാധാരണ ജോലിക്കാരിയായി തന്നെ ഇവിടെ നിൽക്കാനാണ് താല്പര്യപ്പെടുന്നതെന്നും ഫെങ് പറയുമ്പോൾ മുത്തശ്ശൻ മനസ്സില്ല മനസ്സോടെ അവൾ പറയുന്നതിനൊക്കെ തന്നെ കൂട്ടു നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും തന്റെ പേരക്കുട്ടിയല്ലേ അവളെ ഇങ്ങനെ ഒരു വീട്ടുജോലിക്കാരിയായി മാത്രം നിർത്താനായി മുത്തശ്ശന് താല്പര്യമില്ല. അവളെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതെ തന്നെ അവളെ കമ്പനിയിൽ നല്ലൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരാനായി എന്ത് ചെയ്യാമെന്ന് മുത്തശ്ശൻ പ്ലാൻ ചെയ്യുന്നു. അവൾ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയാണ്. പിന്നെ എന്തിന് വീട്ടിലൊരു ജോലിക്കാരിയായി മാത്രം നിർത്തണം എന്ന രീതിയിൽ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്ന മുത്തശ്ശൻ അവിടെ വാങ്ങിനെ അവൾക്ക് പരിചയപ്പെടുത്തുകയും കമ്പനിയിലെ ചില കാര്യങ്ങളൊക്കെ അവളെ ഏൽപ്പിക്കാനായി വാങ്ങിനോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ പതിയെ അവർ തമ്മിൽ സംസാരിച്ച് കൂടുതലായി മനസ്സിലാക്കുമ്പോൾ ഇവൾ ആരാണ് എന്നത് യഥാർത്ഥത്തിൽ വാങ്ങിന് മനസ്സിലായില്ലെങ്കിലും ഫെങ്ങിനും ആ കുടുംബത്തിലെ ആള് മരിച്ചതിന്റെ പേരിൽ ഭയങ്കര സങ്കടമുണ്ടെന്നും ആ മരണം സ്വാഭാവികമായ ഒന്നല്ല, അതൊരു കൊലപാതകമാണെന്ന വിശ്വാസത്തിൽ അത് അന്വേഷിക്കുകയാണെന്നും അവന് മനസ്സിലാവുന്നു. എന്തുകൊണ്ടാണ് നീ ആ മരണത്തിന് പിറകെ അന്വേഷിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ അവനൊരു ചോദ്യമായി അവളോട് ചോദിക്കുമ്പോൾ അതിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ തുറന്നു പറയാതെ അവൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു, അനാഥയായ എന്നെ പഠിപ്പിക്കാനായി മുൻകൈ എടുത്തത് അദ്ദേഹമാണ്, അതിന്റെ നന്ദിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പിറകിലെ വസ്തുത അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നതെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നിടത്തേക്ക് സൂ വരുന്നു. സൂവിന് ആദ്യം വാങ്ങിനോട് ഫെങ് സംസാരിച്ചിരിക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവനങ്ങനെ ഫെങ്ങിനോട് സംസാരിക്കുന്ന സമയത്താണ് ഫെങ്ങിന്റെ അമ്മയുടെ കാര്യം സൂ പറയുന്നത്. ഫെങ്ങിന്റെ അമ്മ ഫെങ്ങിന്റെ അച്ഛൻ മരിച്ച ആ ഒരു ഇൻസിഡന്റിന് ശേഷം മെന്റലി വളരെയധികം അഫക്റ്റ് ആയി ട്രീറ്റ്മെന്റിന് കഴിയാണ്. ആ സ്ഥലത്തേക്ക് ഫെങ്ങിനെ അവൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. തന്റെ അമ്മ തന്നെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കാണുന്ന അവൾക്ക് എത്രയും പെട്ടെന്ന് തന്റെ അച്ഛന്റെ കൊലപാതകി ആരാണെന്ന് കണ്ടെത്തി ശിക്ഷ കൊടുക്കണം എന്ന ഒരു പക വീണ്ടും ഉള്ളിൽ കൂടുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഭാഗമായി വെറും ഒരു ജോലിക്കാരിയായി മറിഞ്ഞിരുന്ന് പട പൊരുതുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് സമയം പിടിക്കും എന്നതുകൊണ്ട് തന്നെ ഫെങ്ങും സൂവും ചേർന്ന് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനായി ഒരു കാര്യം ചെയ്യുന്നു. അത് അവർ എൻഗേജ്ഡ് ആവുക എന്നതാണ്. തന്റെ ഫിയാൻസി ആയി അവൾ മാറിക്കഴിഞ്ഞാൽ അവൾക്ക് സ്ഥാപനത്തിലും വീട്ടിലുമൊക്കെ കുറച്ചുകൂടെ ഫ്രീഡം കിട്ടുമെന്ന് അവൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തത്. പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ ഒരു ചടങ്ങിൽ ഞങ്ങൾ വിവാഹിതരാവാൻ പോകുന്നു എന്ന വാർത്ത സൂ പ്രഖ്യാപിക്കുമ്പോൾ അത് കേട്ട് സൂവിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉള്ളിൽ കുറെ നാളായി കൊണ്ട് നടക്കുന്ന യങ് അവിടെ നിന്ന് പിണങ്ങി പോകുന്നതും നമുക്ക് കാണാം. ഒരു സാധാരണ പെൺകുട്ടിയെ തന്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചത് സൂവിന്റെ അച്ഛന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവനെ കല്യാണം കഴിക്കാനിരുന്ന യങ് സൂവിനെ പോലെ തന്നെ കമ്പനിയുടെ ചുമതലകൾ നോക്കുന്നതാണ്. അവളെ അവൻ കല്യാണം കഴിച്ചാല് ബിസിനസ് പരമായി പല നേട്ടങ്ങളും സൂവിന്റെ അച്ഛൻ സ്വപ്നം കണ്ടുവച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം തകിടം മറിക്കുന്ന ഒരു തീരുമാനം അവൻ എടുത്തത് ഒട്ടും ഇഷ്ടപ്പെടാതെ അച്ഛൻ അവനോട് ദേഷ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ ആ യങ്ങിനേക്കാൾ കമ്പനി അവകാശപ്പെട്ടിരിക്കുന്നത് സമ്പത്ത് ഏറെ ഉള്ളതും ഇപ്പോ ജോലിക്കാരിയായി അഭിനയിച്ച് നിൽക്കുന്ന ഫെങ്ങിനാണെന്നത് സൂവിന്റെ അച്ഛൻ അറിയില്ലല്ലോ. ഇതേസമയം കാണാതായ ഫെങ്ങാണ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്ന ആ ഫെങ്ങെന്ന് മനസ്സിലാക്കുന്ന യങ് മുത്തശ്ശൻ ആ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മുത്തശ്ശൻ തീർച്ചയായും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇനി അവളെ സപ്പോർട്ട് ചെയ്യൂ, തനിക്ക് ഇനി ഇവിടെ ഒരു വിലയും കാണില്ല എന്ന തോന്നലിന്റെ പുറത്ത് അവളല്ല യഥാർത്ഥ ഫെങ് എന്ന് സ്ഥാപിച്ചെടുക്കാനായി മറ്റൊരു പെൺകുട്ടിയെ ആൾമാറാട്ടം നടത്തിക്കൊണ്ടിരുന്നു. അവളാണ് കാണാതായ ഫെങ് എന്ന് സ്ഥാപിച്ചെടുക്കാനായി ഫേക്ക് ആയിട്ടുള്ള DNA ടെസ്റ്റ് റിസൾട്ടും തരപ്പെടുത്തിയാണ് കൊണ്ടുവരുന്നത്. ഇത് കാണുന്ന മുത്തശ്ശന് താൻ ഇതിൽ ആര് വിശ്വസിക്കും, ആദ്യം വന്ന
പെൺകുട്ടിയാണോ അതോ ഈ പെൺകുട്ടിയാണോ തന്റെ യഥാർത്ഥ കൊച്ചുമകൾ? ഈ പെൺകുട്ടിയുടെ കയ്യിൽ DNA ടെസ്റ്റ് റിസൾട്ട് ഉണ്ട്. അപ്പോൾ താൻ ഇത് വിശ്വസിക്കണോ എന്ത് വിശ്വസിക്കണം എന്ന ഒരു പിടുത്തം ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെ തന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഫെങ്ങിന് സൂവിനെ കല്യാണം കഴിക്കാനിരിക്കുന്ന തന്റെ കസിൻ യെങ്ങും വാങ്ങിന്റെ അച്ഛൻ ഷായും ഒക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് എന്ന് തോന്നുന്നുണ്ട്. ഇവരെല്ലാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പരിചയവും ഒക്കെ ഉള്ളവരായതുകൊണ്ട് ആ ബിസിനസ് പരമായ എന്തോ ആവശ്യത്തിന് കാര്യസാധ്യത്തിനുമാണ് കൊന്നതെന്ന നിഗമനത്തിലാണ് എത്തുന്നത്. പക്ഷെ ഇവർ മാത്രമാണോ ആ മരണത്തിന് പിന്നിൽ അതോ അതിനു പിന്നിൽ വേറെയും വലിയ കൈകളുണ്ടോ എന്നത് വളരെ സീരിയസ് ആയി തന്നെ അവൾ അന്വേഷിക്കുകയാണ്. അപ്പോഴേക്കും യങ് മറ്റൊരു പെൺകുട്ടിയെ ആൾമാറാട്ടം നടത്താനായി കൂട്ടിക്കൊണ്ട് വന്നിരുന്നല്ലോ, അത് ഫേക്ക് ആണെന്ന കാര്യം മുത്തശ്ശൻ കണ്ടെത്തുന്നു. അപ്പോഴാണ് മുത്തശ്ശൻ ആദ്യമായി യങ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവൾ എന്തിനാണ് ഫെങ്ങിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഒരു പാർട്ടി നടത്തിയിരുന്നു. ആ പാർട്ടിയിൽ ഈ യങ്ങും വാങ്ങിന്റെ അച്ഛനും കൂടി ചേർന്ന് ബിസിനസ് ഫെങ്ങിന്റെ അച്ഛനെ തകർത്ത് അവരുടെ കൈപ്പിടിയിലാക്കാനായി അദ്ദേഹത്തിന്റെ ഇമേജ് സ്പോയിൽ ചെയ്യാനായി അദ്ദേഹത്തിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന രീതിയിൽ മറ്റൊരു സ്ത്രീയുടെ കൂടെ ആണെന്ന രീതിയിൽ സാഹചര്യങ്ങൾ കൊണ്ടെന്ന് എത്തിച്ച ഫോട്ടോസ് ഒക്കെ ഫേക്ക് ആയി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാര്യം അദ്ദേഹം അപ്പോൾ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ ഈ ഡ്രിങ്ക്സ് അടിച്ച് അവശനായ നിലയിൽ അദ്ദേഹത്തെ കാണുകയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് സൂ ആണ്. അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചു എന്ന വാർത്ത അതിന് പുറത്തു വരുന്നത്. അപ്പോൾ സൂവിനായിരിക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത്. അവനായിരിക്കാം ആ കൊലപാതകത്തിന് കാരണം അവന്റെയും ഒരു ബിസിനസ് ഫാമിലി തന്നെയാണല്ലോ. അപ്പോൾ ഈ കസിനെയും വാങ്ങിന്റെ അച്ഛനെയും പോലെ തന്നെ ഫെങ്ങിന്റെ അച്ഛൻ ഇല്ലാതായാൽ സൂവിനും ഗുണമാണെന്ന രീതിയിൽ ഒരു ടോക്ക് അവൾ കേൾക്കുന്നു. നീയാണോ എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തെ അവസാനമായി കൂട്ടിക്കൊണ്ട് പോയിരുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ അത് സത്യമാണെന്ന് അവൻ പറയുന്നു. കാരണം ഡ്രിങ്ക്സ് അടിച്ച് അവശനായ നിലയിൽ അദ്ദേഹത്തെ ആ പാർട്ടിക്കിടയിൽ കണ്ടപ്പോൾ അവൻ കൂട്ടിക്കൊണ്ടു പോയിരുന്നു എന്ന് കരുതി അദ്ദേഹം മരിച്ചതിൽ തനിക്കൊരു പങ്കുമില്ലാന്ന് അവൻ പറയുന്നുണ്ട്. കാരണം അവൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഇല്ലാത്ത സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. പക്ഷെ അവൾ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അവൾ അങ്ങനെ അവനോട് പിണങ്ങുന്നു. ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന വാങ് ഫെങ്ങിനോട് ആ സമയത്ത് അഡ്വാൻറ്റേജ് എടുക്കാനായി നോക്കുകയാണ്. ഇത്രയും നാള് നല്ലവനെന്ന് വിചാരിച്ച വാങ് പെട്ടെന്ന് വിധം മാറി അവളോട് വേറൊരു രീതിയിൽ പെരുമാറുമ്പോൾ അത് അവൾക്ക് വലിയ ഷോക്കായിരുന്നു. അവളാകട്ടെ ഇങ്ങനെ ഇവിടെ ആപത്തിൽ പെട്ടിരിക്കുകയാണെന്ന് അറിയാതെ സോ അവൾ തന്നോടുള്ള പിണക്കം മൂലം തന്നിൽ നിന്ന് അകന്നു നിൽക്കുകയാണെന്നാണ് ആ സമയം തെറ്റിദ്ധരിക്കുന്നത്. വാങ് ഫെങ്ങിനെ തന്നെ കല്യാണം കഴിക്കാനായി നിർബന്ധിക്കുകയാണ്. കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളുടെ അമ്മയെ കൊന്നു കളയുമെന്ന് പറഞ്ഞു പോലും അവൻ ഭീഷണിപ്പെടുത്തുമ്പോൾ പേടിച്ചവൾക്ക് ആ കല്യാണത്തിന് തയ്യാറാവേണ്ടി വരുന്നു. അങ്ങനെ അവരുടെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം നടക്കുന്ന സമയത്തും എങ്ങനെ ഇവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടും എന്ന് വളരെ അപ്സെറ്റ് ആയിട്ട് അവൾ നിൽക്കുകയാണ്. അവളുടെ നിപ്പ് കാണുമ്പോൾ തന്നെ നിന്റെ രക്ഷകൻ എത്തുമെന്ന് കണ്ടോ നീ വിചാരിച്ചിരിക്കുന്നത്? അവന് ഇവിടെ എങ്ങും വരാൻ പോകുന്നില്ല. ഞാൻ വന്നാൽ തന്നെ അവന്റെ കൂടെ നീ പോയാൽ നീ വിവരം അറിയും. നിന്റെ അമ്മയെ നിനക്ക് പിന്നെ കാണാനേ കിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് വാങ് അവളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്തെങ്കിലും പ്രതീക്ഷ കണക്ക് അവൾ പെട്ടിരിക്കുന്ന ട്രാപ്പ് അറിഞ്ഞ് സു അവളെ രക്ഷപ്പെടുത്താനായി വരുന്നുണ്ട്. പക്ഷെ തന്റെ അമ്മയുടെ ജീവന്റെ കാര്യമോർത്ത് അവന്റെ കൂടെ പോകാനായി വാങ്ങിനെ പേടിച്ച് ഫെങ് അപ്പോൾ തയ്യാറാവുന്നില്ല. നിന്റെ അമ്മയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, നീ വിചാരിക്കുന്ന കണക്കല്ല കാര്യങ്ങളെന്ന് പറഞ്ഞ് സു ഫെങ്ങിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. നേരെ കൊണ്ടു നിർത്തുന്നത് അവളുടെ അമ്മയുടെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ അവൾ ആകെ ഞെട്ടുന്നുണ്ട്. കാരണം മുന്നേ അവൾ കണ്ട പോലെ മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല അവളുടെ അമ്മ ഉണ്ടായിരുന്നത്. പുള്ളിക്കാരി പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. മുന്നേ വയ്യാത്ത കണക്കൊക്കെ അവർ അഭിനയിച്ചതാണെന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തിനായിരുന്നു ഇങ്ങനൊരു നാടകം എന്നത് അവളെ അതിലേറെ ഞെട്ടിച്ച ഒരു കാര്യമാണ്. കാരണം അവളുടെ അമ്മ അവളുടെ അച്ഛന്റെ മരണത്തിൽ നല്ല പങ്ക് വഹിച്ചിരുന്നു. ഫെങ്ങിന്റെ അച്ഛൻ ഈ അമ്മ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവർ വാങ്ങിന്റെ അച്ഛനുമായി പ്രണയത്തിലായിരുന്നു. പക്ഷെ ആ കല്യാണം ഒന്നും നടക്കാതെ ഈ ഫെങ്ങിന്റെ അച്ഛനെയാണ് അവർക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത്. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഫെങ് ഉണ്ടായിട്ട് പോലും ആ ഒരു ഇഷ്ടം അങ്ങനെ മനസ്സിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞ് കുഞ്ഞിന് തിരിച്ചറിവുള്ള പ്രായമായിട്ടും ആ ഇഷ്ടം മനസ്സിൽ നിന്ന് മാറാതെ അയാൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കി ഒന്നിക്കാനായിട്ടും സ്വത്ത് കൈക്കലാക്കാനുമായിട്ടായിരുന്നു മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന രീതിയിൽ ഫെങ്ങിന്റെ അച്ഛനെ കുടുക്കി സമൂഹത്തിന് മുന്നിൽ അയാളെ നാണം കെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മരണത്തിലേക്ക് തള്ളിവിട്ടത്. അതായത് ആള് ആത്മഹത്യ ചെയ്തതാണ്. പക്ഷെ അത് സ്വയം എടുത്തൊരു തീരുമാനമായിരുന്നില്ല. ഇവരെല്ലാവരും കൂടെ പ്രഷർ ചെയ്ത് എടുപ്പിച്ച തീരുമാനമാണ്. പാവം ഫെങ്ങിന്റെ അച്ഛൻ തന്റെ അച്ഛൻ തന്നെ ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതാണെന്ന് അറിയാതെ കല്യാണം കഴിക്കുകയും പൊന്നുപോലെ ആ ഭാര്യയും അതിലുണ്ടായ മകളെ നോക്കുകയും ഒടുക്കം ഭാര്യയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം ജീവൻ നഷ്ടപ്പെടേണ്ടിയും വന്ന ഒരാളായിരുന്നു അദ്ദേഹം. എന്തായാലും താൻ വിചാരിച്ചവർ മാത്രമല്ല അവർക്ക് കൂട്ടായി നിന്ന് തന്റെ സ്വന്തം അമ്മയും അതിൽ പ്രതിയാണെന്ന് തന്റെ അച്ഛന്റെ മരണത്തിന്റെ രഹസ്യങ്ങൾ തേടിയിറങ്ങിയ ഫെങ് കണ്ടെത്തുന്നു. അവൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അമ്മയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. അമ്മ ഇപ്പോ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത് അതിന് തെളിവായും ഹാജരാക്കുന്നു. അങ്ങനെ തന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിലുള്ള എല്ലാവരെയും സുവിന്റെ സഹായത്തോടെ കണ്ടെത്തുന്ന ഫെങ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച സന്തോഷത്തിൽ അച്ഛൻ താൻ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച കണക്ക് അച്ഛന് പണ്ട് തൊട്ടേ വലിയ കാര്യമായിരുന്ന അതേ സുവിന്റെ കൂടെ ഹാപ്പിയായി മുന്നോട്ട് ജീവിക്കാനായി തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ അവരവിടെ ഒന്നിക്കുന്നിടത്ത് ഈ ഒരു കഥ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.